ഹായ് എവരി വൺ, വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2024 പോലീസ് കോൺസ്റ്റബിൾ എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? 9.26% പ്ലസ് 15.42% പ്ലസ് 27% എങ്കിൽ എക്സിൻ്റെ വില കാണുക. എക്സിൻ്റെ വിലയാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ആദ്യം 9.26%. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 9 × 26 ശതമാനത്തിന് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. പ്ലസ് 15 × 42% അല്ലേ? അപ്പോൾ 42 ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. ഇസ് ഈക്വൽ ടു എത്രയാണ്? 27 x% എന്നുള്ളതല്ലേ? അപ്പോൾ എക്സ് ഡിവൈഡഡ് ബൈ 100 എഴുതാം. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും 100 എല്ലായിടത്തും ഉണ്ട്. എല്ലാ ടൈമിലും 100 വരുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് 100 അങ്ങ് ക്യാൻസൽ ചെയ്തോളാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്താ? 9 × 26 ചെയ്യണം. 9 × 6 54 4 സിസ്റ്റം 5 9 × 2 18 18 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 20 23 വരും. 234 വരും. 9 × 26 234 പ്ലസ് 15 × 42 കൂടെ നമുക്ക് ചെയ്യണം. രണ്ടഞ്ച് 10 1 2 2 3 വരും. പിന്നെ 4 5 20 വരും. സിസ്റ്റം 2 വരും. 1 4 4 4 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 6. ഇപ്പം എത്രയാണ് ഒരു 630. അപ്പം 630 വരും. അത് ഈക്വൽ ടു 27x. ഇപ്പോൾ 630 പ്ലസ് 234 നമുക്ക് ചെയ്യണം. 630 പ്ലസ് 234 അപ്പോൾ 4 6 8 864 വരും അല്ലേ? 864 ഇസ് ഈക്വൽ ടു 27x. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. എക്സിൻ്റെ വാല്യൂ എത്ര വരിക? 864 ഡിവൈഡ് ബൈ 27. അപ്പം നമ്മൾ ഇങ്ങനെ നമുക്കിവിടെ ഡിവൈഡ് ചെയ്യണം. അതിൻ്റെ പിന്നെ നമ്മൾ ആൻസറിലേക്കൊക്കെ ഒന്ന് നോക്കുക. ഫസ്റ്റ് 3 നമുക്ക് 27നെ 30 ആക്കി ഒന്ന് മാറ്റാം. 30 നമ്മളൊന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ 30 അസ്യൂം ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഫസ്റ്റത്തെ ആൻസറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ 3 അല്ലേ വരുന്നത്. 3 എത്രയാണ്? 9. അപ്പം 3 × 30 എന്ന് പറയുമ്പോൾ 90 വരും. അപ്പോൾ ഈ 86ൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആവാനാണ് ചാൻസ്. പിന്നെ 27 × 2 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? അല്ലെങ്കിൽ 30 × 2 എന്ന് പറയുമ്പോൾ 60 വരുന്നുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റ് നമുക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് 32 ആൻസർ എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അന്നേരം എന്ത് ചെയ്യണം? 27നെ 27 × 3 ചെയ്യുക. 27 × 3 ചെയ്യുമ്പോൾ എത്രയാണ്? 3 7 21 1 സിസ്റ്റം 2 2 × 3 6 6 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 8 81 വന്നു. 3 പോവുമല്ലോ. അപ്പോൾ കറക്റ്റ് ആൻസർ നമുക്ക് ഓപ്ഷൻ എ തന്നെ ആയിരിക്കും. അതായത് 864 ഡിവൈഡഡ് ബൈ 27 ചെയ്തിട്ടുണ്ട് എത്രയാണ്? 32 വരിക. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 20 ക്യൂബ്. അതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇപ്പോൾ നാച്ചുറൽ നമ്പറാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ
ക്യൂബിൻ്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനൊരു ഫോർമുലയുണ്ട്. ആ ഫോർമുല വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഫോർമുല എന്ന് പറയുമ്പോൾ എന്താണ്? സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതായത് ആകെ തുക. ഫോർമുല വളരെ സിമ്പിളാണ്. n × n+1 ഡിവൈഡഡ് ബൈ 2, അത് കഴിഞ്ഞിട്ട് ഹോൾ സ്ക്വയർ. ആ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാം. ഇപ്പം എന്നിൻ്റെ വാല്യൂ എത്രയാണ്? എത്ര ടേം വരെ നമുക്ക് സമ്മ് കണ്ടുപിടിക്കണം? ഇവിടെ കൊടുത്തിട്ടുള്ളത് 20 ആണല്ലോ. 20ൻ്റെ ക്യൂബ് വരെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 1 മുതൽ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 20. എന്നിൻ്റെ വാല്യൂ 20 ആയി. ഇനി നമുക്കിതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 20 × 20 + 1 എത്രയാണ്? 21. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിവൈഡഡ് ബൈ 2 ഉണ്ടല്ലോ. അപ്പോൾ 20/2 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 10 അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് ഹോൾ സ്ക്വയറും ഉണ്ട്. അപ്പോൾ 21 × 10 ചെയ്യുമ്പോൾ 210 വരും. 210 അതിനെ സ്ക്വയർ ചെയ്യണം. 21ൻ്റെ സ്ക്വയർ നമുക്കറിയാം എത്രയാ? 441 21ൻ്റെ സ്ക്വയർ. അപ്പോൾ 441. പിന്നെ ഒരു 0 ഉണ്ട്. സ്ക്വയർ ചെയ്യുമ്പോൾ അത് എത്ര പൂജ്യമാവും? 2 പൂജ്യമാവും. ഇപ്പം 2 0 ഉണ്ടെങ്കിൽ അത് സ്ക്വയർ ചെയ്യുമ്പോൾ 4 പൂജ്യമാവും. അപ്പോൾ ഇവിടെ 2 0 വരും. അപ്പോൾ കറക്റ്റ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ ഡി, 441 2 0. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും യഥാക്രമം 3:5:8 എന്ന അനുപാതത്തിലാണ്. അതിൻ്റെ ഉപരിതല വിസ്തീർണം 1422 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയാൽ ചതുരക്കട്ടയുടെ ഉയരം എത്രയായിരിക്കും? നമുക്കിവിടെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ആ ഹൈറ്റും ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആ റേഷ്യോ ഒന്ന് എടുത്തെഴുതാം. 3x എന്ന് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം. എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കുക ഈ റിലേഷൻ വെച്ചിട്ട്. 3x, അതേപോലെ തന്നെ 5x, 8x. ഫസ്റ്റത്തത് ലെങ്ത് അല്ലേ വരും, അതായത് നീളം. രണ്ടാമത്തത് എന്താണ്? വീതി, വിഡ്ത്ത്. മൂന്നാമത്തതാണ് ഹൈറ്റ്, ഉയരം. ഇങ്ങനെ എഴുതാം. ഇനി നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? സർഫസ് ഏരിയ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഒരു ചതുരക്കട്ട വരച്ച് നോക്കാം. തന്നിട്ടുള്ള അനുപാതത്തിലുള്ള അളവ് നമുക്ക് എടുത്ത് എഴുതാം. അതായത് നീളം എത്രയാണ്? 3x എന്ന് കൊടുക്കാം. വിഡ്ത്ത് എത്രയാണ്? 5x, അതായത് വീതി 5x. പിന്നെ ഉയരം എന്ന് പറയുമ്പോൾ എത്രയാണ്? 8x. പിന്നെ നമുക്ക് ഈ ക്യൂബ് നോക്കുകയാണ്, ക്യൂബല്ല ഈ ചതുരക്കട്ട നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് എത്ര വശ ഈ സൈഡുകളുണ്ട്? 6 സൈഡുകളുണ്ട്. അതായത് 3 സൈഡുകളുടെ ഇരട്ടി എടുത്താൽ മതി. അതായത് ഒരു പെയർ ഐഡൻറ്റിക്കൽ ആയിരിക്കും. അങ്ങനത്തെ 3 പെയർ ഉണ്ടാവും. മൊത്തം 6 സൈഡുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്കതിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ എന്ന് പറയുമ്പോൾ എന്താ? നീളം ഇൻറ്റു വീതിയാണ് ഏരിയ. ഇത് വെച്ചിട്ട് നമുക്ക് ഓരോ സൈഡിനെ കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഏരിയ എത്രയാണ്? സർഫസ് ഏരിയ മൊത്തം തന്നിട്ടുണ്ടല്ലോ, 1422 സെൻറ്റിമീറ്റർ സ്ക്വയർ. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നീളവും വീതിയും വെച്ചിട്ട് നമുക്ക് സർഫസ് ഏരിയ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ 2 ഇൻറ്റു, അപ്പോൾ നമുക്ക് ആദ്യം അടിയത്തെ ഭാഗം എടുക്കാം. അടിയത്തെ ഭാഗം നോക്കുവാണെങ്കിൽ അതിൻ്റെ ഏരിയ എത്രയാണ് വരിക? 3x × 5x. 3x × 5x വരും. പ്ലസ് പിന്നെ അടുത്ത ഏത് സൈഡാണ് നമ്മൾ നോക്കണ്ടേ? ഈ സൈഡ് നോക്കാം. അതെത്രയാണ്? 5x × 8x അല്ലേ? 5x × 8x പ്ലസ് അത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ കണ്ടുപിടിക്കാത്ത വശം ഏതാ ഉള്ളത്? ഈ സൈഡ്, ഫ്രണ്ടിലെ സൈഡ്. അതിൻ്റെ എത്രയാണ്? 3x × 8x.
3x ഇൻറ്റു 8x. ഇനി നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് 3x ഇൻറ്റു 5x 3 5 15. അപ്പോൾ 15x² വരുമല്ലോ. 15x². എക്സിൻ്റെ x² അപ്പോൾ 5 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ എത്രയാണ്? 40 അല്ലേ? 40x² വന്നു. പിന്നെ 3 ഇൻറ്റു 8 3 24 അല്ലേ? അപ്പോൾ 24x². ഇനി നമ്മൾ എന്താ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്? ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് x² തന്നെ ഉള്ളത്. അപ്പോൾ നമുക്കിത് ആഡ് ചെയ്യാം. 15 + 40 + 24. അപ്പോൾ 5 4 എത്രയാണ്? 9. 4 1 5, 5 2 7. അപ്പോൾ 79 കിട്ടി. പിന്നെ അതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. ഇവിടെ ഒരു 2 ഉണ്ടല്ലോ. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ 9 2 എത്രയാണ്? 18. 18 8 ശിഷ്ടം 1. 7 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 14. 14 + 1 എന്ന് പറയുമ്പോൾ 15. അപ്പോൾ 158. അപ്പം നമ്മുടെ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു, അതായത് 1422നെ 158x². ആയല്ലോ. ഇതിൽ നമുക്ക് x² വാല്യൂ കണ്ടുപിടിക്കാം. x² വാല്യൂ എത്ര വരിക? 1422 ഡിവൈഡഡ് ബൈ 158. അപ്പോൾ 158 x² ആണ് കണ്ടുപിടിക്കേണ്ടത്. 1422 എത്ര വട്ടം പോവും? എന്തായാലും 10 വട്ടം പോകൂല. 10 വട്ടം പോകണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? 1580 വരണം. എന്നാൽ 10 വട്ടം പോവും. അപ്പോൾ 10 വട്ടം പോവില്ല. 10 വട്ടം പോയില്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് എന്തായാലും 400 സംതിങ് വരുന്നുണ്ടല്ലോ. അപ്പോൾ എത്ര വട്ടം പോവും? 9 വട്ടം പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. 158 ഇൻറ്റു 9 ചെയ്ത് നോക്കിയാലോ. 9 8 72 2 ശിഷ്ടം 7. 9 5 45. 45 + 5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 50. 52 2 ശിഷ്ടം 5. 1 9 9. 9 + 5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 14. അപ്പോൾ കറക്റ്റാണ്, 9 വട്ടം പോവും. അപ്പോൾ x² വാല്യൂ എത്രയാണ്? 9. x² വാല്യൂ 9 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ റൂട്ട് എടുക്കുമ്പോൾ എത്ര കിട്ടി? 3. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 3 അല്ലേ? നമുക്കിവിടെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് എത്രയാണ്? 8x ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 3. 3 24. അപ്പോൾ ഹൈറ്റ് എത്രയാണ് വരിക? 24 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരും ചതുരക്കട്ടയ്ക്ക്. കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ എത്രയാണ്? ഓപ്ഷൻ ബി 24 സെൻറ്റിമീറ്റർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഒരാൾ 18,000 രൂപ സാധാരണ പലിശ നിരക്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 5 വർഷത്തിനു ശേഷം 6,300 രൂപ പലിശ കിട്ടിയാൽ പലിശ നിരക്ക് എത്രയായിരിക്കും? ഇവിടെ കൊടുത്തിട്ടുള്ളത് സാധാരണ പലിശ നിരക്ക്, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ അറിയണം. അതായത് P ഇൻറ്റു R ഇൻറ്റു T ഡിവൈഡഡ് ബൈ 100. ഇതാണ് ഇക്വേഷൻ. അതിൽ P എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ എത്ര പൈസയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടാണ് P. R എന്ന് പറയുമ്പോൾ പലിശ നിരക്ക്. അതേപോലെ തന്നെ T എന്ന് പറയുമ്പോൾ എത്ര വർഷത്തേക്കാണ് നമ്മൾ പൈസ ഇട്ടിട്ടുള്ളത്, അതാണ് T. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടും. പിന്നെ ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് 5 വർഷത്തേക്ക് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് പലിശ നിരക്ക് അറിയില്ല, അതാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് 5 വർഷത്തേക്ക് എത്രയാണ് തന്നിട്ടുള്ളത്? 6,300 അത് തന്നിട്ടുണ്ടല്ലോ. അതേ ഈക്വൽ ടു സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് തന്നിട്ടുള്ളത്. നമുക്കത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും അറിയാം. ടീൻ്റെ വാല്യൂ എത്രയാണ്? നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ 18,000 രൂപ ഇൻറ്റു R നമുക്കറിയില്ല, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് അറിയില്ലല്ലോ. പിന്നെ T എന്ന് പറയുമ്പോൾ എത്രയാണ്? എത്ര വർഷത്തേക്കാണ് പൈസ ഇട്ടിട്ടുള്ളത്? 5 വർഷത്തേക്കല്ലേ? ഡിവൈഡഡ് ബൈ 100. അപ്പോൾ 100ൻ്റെ 2 പൂജ്യം ഇവിടെ ക്യാൻസലാവും. 18,000ൻ്റെ 2 പൂജ്യം കൂടെ ക്യാൻസലാവും.
പിന്നെ 180 ഇൻറ്റു 5. അത് ചെയ്ത് നോക്കാം. 180 ഇൻറ്റു 5 എത്രയാ? 0, 8, 5, 40, 0, ശിഷ്ടം 4, 1, 5, 5, 5, 4 എത്രയാണ്? 9. അപ്പോൾ 900 കിട്ടിയല്ലോ. 63 6300 ഈസിക്കൽ ടു 900 6. അപ്പോൾ രണ്ടിലും 0 നമുക്ക് വെട്ടിക്കളയാം. 6ൻ്റെ വാല്യൂ എത്രയാ? 63 ഡിവൈഡഡ് ബൈ 9. 9 63 അല്ലേ? അപ്പോൾ 6ൻ്റെ വാല്യൂ എത്രയാണ്? 7% പലിശ നിരക്ക്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ഇത്ര ക്വസ്റ്റ്യനെ നോക്കുന്നുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ കുറച്ച് 5 ക്വസ്റ്റ്യനും കൂടെ ബാക്കി നോക്കുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ